അർജുന, നീ ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണെന്നറിയാമോ? അതൊന്നേ ഉള്ളൂ, അത് രണ്ടില്ല. ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉണർന്നിരിക്കുന്നു. ഉറങ്ങിയ ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്, ആ ഞാൻ തന്നെയാണ് ഉണർന്നിരിക്കുന്നത്. എന്നാൽ ഉറക്കം വന്നു പോകുന്നു, സ്വപ്നം വന്നു പോകുന്നു, ഉണർവും വന്നു പോകുന്നു. വന്നു പോകാത്തൊന്നുണ്ടപ്പാ എൻ്റെ പൊന്നുമോനെ, അതാണ് ഞാൻ. അതാണ് ഞാൻ. ഞാൻ 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 എല്ലാവരും എപ്പോഴും പറയുന്നു ഞാനെന്ന്. ഈ ശരീരത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എന്താ? ഇത് എൻ്റെ ശരീരം, എൻ്റെ ശരീരം, എൻ്റെ നാവ്, എൻ്റെ പല്ല്, എൻ്റെ കയ്യ് ഒക്കെ എൻ്റെയാ. എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ശമ്പളം, എൻ്റെ ബാങ്ക് ഒക്കെ എൻ്റെയാ. നല്ല സുഖമില്ല എന്ന്. ആർക്ക്? എനിക്കാണ് സുഖമില്ലായ്മ. എന്താ സുഖമില്ലായ്മ? വയറ്റിലൊരു വേദന, എൻ്റെ വയറ്റിൽ ഒരു വേദന, അതാണ് എനിക്ക് സുഖമില്ലാത്തത്. അപ്പം ഞാനെന്ന് പറയണതോ അതിനൊരു സുഖക്കേടുമില്ല, അത് സുഖമില്ലായ്മയെ അനുഭവിക്കണു എന്നേ ഉള്ളൂ. എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ശരീരമുള്ളത് കൊണ്ട്. അപ്പം അർജുന, നല്ല പോലെ ആലോചിക്കണം. ഉള്ളതില്ലാതെയാവില്ല, ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാവില്ല. ദേവകി പ്രസവിച്ചത് എൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൽ അധിവസിക്കുന്ന ഞാൻ ഒരു നാളും പ്രസവത്തിന് വിധേയമല്ല. അത് ജനിക്കുന്നില്ല, അത് ചാവൂല്ല. പിറക്കില്ല, ചാകയില്ലെന്നുമില്ല, ഉണ്ടായിട്ടില്ലിനി ഉണ്ടാകയുമില്ല. അജന്നിത്യൻ ശാശ്വതനീ പുരാണൻ, കൊല്ലപ്പെടാ മെയ് മുടിക്കുന്ന പോതും. ന ജായതേ മ്രിയതേവാ കദാചിത്, നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ. അജോ നിത്യഃ ശാശ്വതോയം പുരാണോ, ന ഹന്യതേ ഹന്യമാനേ ശരീരേ. എന്താ സ്ഥിതി?